ഇവിടെ കൂടിയിരിക്കുക. പൊതുരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഇവരുടെ പ്രയാണത്തിന് കരുത്തും ഉന്മേഷവുമാകാൻ ഈ കൂട്ടായ്മയും പുരസ്കാര സമർപ്പണവും ഏറെ പ്രയോജനകരമാണ്. കലാകൗമുദിയുടെ ആദരവ് ഏറ്റുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പ്രതിഭകളെയും അതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം നിറയട്ടെ, നിറഞ്ഞൊഴുകിയിടട്ടെ മാനവഹൃദയങ്ങളിലും ഈശ്വര ചൈതന്യം ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം നൽകിടാം നമുക്കുള്ളതെല്ലാം സ്വാർത്ഥതയില്ലാതെ സ്നേഹമോടെ നൽകിടാം നമുക്കുള്ളതെല്ലാം സ്വാർത്ഥതയില്ലാതെ സ്നേഹമോടെ നന്മകൾ ചെയ്തിടാം, നല്ലതു ചെയ്തിടാം ഈശ്വര സൃഷ്ടിയാൽ മാതൃകയാൽ, ഈശ്വര സൃഷ്ടിയാൽ മാതൃകയാൽ. അപ്പൊ അങ്ങനെ അത് പരിഗണിച്ചു. അത് മൂക്കന്നൂർ നടത്തി ഏകദേശം 45ഓളം പേരെ പരിഗണിച്ചു. അങ്ങനെ ഒരു വർഷത്തെ ഗ്യാപ്പ് വന്നപ്പോഴാണ് അങ്കമാലി നിയോജക മണ്ഡലത്തിലെ ഒത്തിരി വ്യക്തിപ്രതിഭകളെ പല രംഗത്ത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സന്നദ്ധത, വിവരണ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങള്, വ്യക്തികള് അതെനിക്ക് നേരിട്ടറിയാം. കാരണം ഈ മാധ്യമപ്രവർത്തകനായതുകൊണ്ട് എവിടെ ഏലാണെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത് വാർത്തയാക്കിയിട്ടുണ്ട്, റിസൾട്ട് പബ്ലിക്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അഭിരുചിയും മുൻപരിചയം ഉള്ളതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വീണ്ടും ഇടവന്നത്. ഞാൻ ഈ തവണ ഒത്തിരി ഒരു വിപുലമാക്കാതെ 25 പേരിൽ ലിമിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോ അത് പറ്റുന്നില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 41 പേർക്കാണ് ഇന്നത്തെ ആദരവിൽ പെടുത്തിയിട്ടുള്ളത്. 11 സംഘടനകൾക്കും 30 വ്യക്തികൾക്കും. അപ്പൊ ഇതിന്റെ പ്രചരണം കാണുമ്പോൾ ചിലര് പറയും, ഇങ്ങനെ വാരികോരി ആദരവ് കൊടുത്താൽ ഇതിന് എന്ത് വിലയുണ്ട്? അതിക്രമിച്ച് കിടക്കലാണ് നടന്നത്. കാരണം അധ്യക്ഷനെ മറികടന്നാണ്. കാരണം എനിക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് വരാൻ കഴിയില്ലാത്ത എനിക്ക് ഈ സമയക്രമം പാലിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എത്തില്ല എന്ന് പറഞ്ഞിട്ടും ഷാജുവിന്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങി എത്തിയിരിക്കുന്നതാണ് ഞാൻ പറയും ചെയ്തു. എനിക്ക് 4:45 പോയാൽ എനിക്ക് ട്രെയിൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വിടർന്ന് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇതിനെ കുറിച്ച് ഇപ്പോൾ കുറേ പറയാനും ഒക്കെ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സാജു തന്നെ അതിനകത്ത് ആദ്യം ഇതിന്റെ ഈ തരത്തിലുള്ള സമ്മേളനം നടത്തുന്ന മീറ്റിംഗ് നടത്തുന്നതിന്റെ സാന്നിധ്യത്തെ കുറിച്ചും അതിന്റെ പ്രസക്തിയെ കുറിച്ച് സൂചിപ്പിച്ചു. ചോദ്യോത്തരം സാജു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, നമ്മുടെ സമൂഹത്തില് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു കാര്യം ഉണ്ട്. അത് 2 തരത്തിലാണ് സാധാരണ ഇതിനെക്കുറിച്ച് മനുഷ്യന്റെ നൈസർഗികമായ സ്വഭാവവിശേഷത്തെ കുറിച്ച് ബർട്ടൺ റസൽ പറഞ്ഞിട്ടുള്ള കാര്യം. അതെന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഇൻഹറന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നൈസർഗികമായ സ്വസിദ്ധമായ 2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അസൂയയും മറ്റൊന്ന് സെക്സും. ഇവിടെ പ്രസക്തമായ കാര്യം അസൂയയാണ്. വേറൊരാളുടെ ഉന്നതിയിലോ അല്ലെങ്കിൽ വേറൊരാളുടെ കഴിവിനെയോ അംഗീകരിക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകൾ തയ്യാറാകാത്തതാണ് ഇതിന്റെ പ്രധാനമായ ഒരു വിഷയം. ഇത്രയും അധികം ആളുകളെ നമ്മൾ എങ്ങനെ ആദരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്.
ഈ പ്രതികളെല്ലാം എന്തുകൊണ്ട് ആരുടെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്ന എല്ലാവർക്കും നമസ്കാരം. ഇരിക്കുന്നവരും താഴെ അവാർഡ് വാങ്ങാൻ ഇരിക്കുന്നവരും ഒക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഒരു 40 വർഷത്തിലേറെ നമുക്ക് ബന്ധങ്ങളുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അപ്പൊ അവാർഡ് ജേതാക്കളായിട്ടുള്ള ആളുകളെ മുഴുവൻ ഞാൻ ഈ പ്രത്യേക സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഈ നമ്മുടെ കരിയർ ഗൈഡൻസിന്റെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് ചായക്കടയിൽ നിന്നാണ് ആളുകൾ തീരുമാനിക്കുന്നത്. അപ്പൊ എന്റെ അപ്പനോട് ആളുകൾ പറഞ്ഞു, മോൻ മെഡിസിന് പോട്ടെ, ആദ്യം പോട്ടെ അവന് എഞ്ചിനീയർ ആകട്ടെ എന്ന് പറഞ്ഞ് എന്നെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ, ഞാൻ ശങ്കര കോളേജിലാണ് പഠിച്ചതെങ്കിലും മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കൊണ്ടുപോയാണ് എന്നെ ചേർത്തത്. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ചേർത്തു. എന്നെയാണ് ഈ 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു സാറുണ്ട് മലയാറ്റ സ്കൂളിൽ. അയാൾ എന്നെ തല്ലി ഒരു പ്രകാരം ഒരു പരുവത്തിലാക്കിയത് കൊണ്ട് ഞാൻ വെറുത്തുപേക്ഷിച്ച ആളാണ്. ആ കണക്ക് ഭാഷ എനിക്ക് ഇഷ്ടമല്ല, കണക്കും ഇഷ്ടമല്ല. 8ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായതാ. ഈ കണ്ടമാനം തല്ലുന്ന അധ്യാപകരെ ജോസാറോട് ഇരിപ്പുണ്ട്. കണ്ടമാനം തല്ലുന്ന അധ്യാപകരെ വിദ്യാർത്ഥികൾ വെറുക്കും. ഒരു കാര്യം പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം, വേദനിപ്പിച്ചുകൊണ്ടൊന്നും ഒരു കുട്ടിയുടെ സ്വഭാവത്തിലും മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഒരിക്കൽ ഒരു മാഷ് മരിച്ചേ, നാരായണൻകുട്ടി എന്നാ സാറിന്റെ പേര്. അപ്പോ ഒരു കൊച്ച് വിളിച്ചു ചോദിച്ചു, ലക്ഷ്മിക്കുട്ടി എന്നാണ് സാറിന്റെ ഭാര്യയുടെ പേര്. അപ്പോ ലക്ഷ്മിക്കുട്ടി ടീച്ചറോട് ചോദിച്ചു, നാരായണൻകുട്ടി സാർ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, നാരായണൻകുട്ടി സാർ മരിച്ചില്ല മോനെ എന്ന് പറഞ്ഞു. അവരൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു, നാരായണൻകുട്ടി സാർ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ടീച്ചർ വീണ്ടും പറഞ്ഞു, സാറ് മരിച്ചു പോയല്ലോ മോനെ, ഒരാഴ്ചയായി മരിച്ചുപോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു, നാരായണൻകുട്ടി സാർ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഈ ടീച്ചർക്ക് മനസ്സിലായി ഒരേ നമ്പറിൽ നിന്ന് ഒരേ സ്വരത്തിലാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, നിന്നോടല്ലേ പറഞ്ഞു നാരായണൻകുട്ടി സാർ മരിച്ചു പോയിന്ന്. അപ്പൊ പറഞ്ഞു, അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്, അതിനുവേണ്ടി വിളിക്കാമെന്ന് പറഞ്ഞു. ഈ കണ്ടമാനം തല്ലി വിഷമിപ്പിച്ച ആളുകളോടുള്ള ഒരു മനോഭാവമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനൊക്കെ എന്റെ മനസ്സിൽ കണക്ക് വെറുത്ത് 6 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് ബിനാന നടത്താൻ ബോസിന് കൊടുത്തത്. അപ്പൊ ഈ ബോസ് കൃഷ്ണമാചാരി സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത എന്റെ ക്ലാസ്സിൽ പഠിച്ച ആളാ. അത് പൂർത്തിയാക്കാതെ പോയ പങ്കെടുക്കുന്ന ശ്രീ കെ വി ബിനീഷ്, ഡോക്ടർ ചാർലി പോൾ അടക്കമുള്ള നമ്മുടെ MP-യും MLA-യും നിലമ്പൂരാണെന്നുള്ളതാണ് അവർ ഉച്ചയ്ക്ക് ബന്ധപ്പെട്ടപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും കലാകൗമുദി ഗ്രൂപ്പിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, സ്നേഹം. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഏറെ സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവുമുണ്ട് കലാകൗമുദി ഗ്രൂപ്പിന്റെ ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ലഭിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുകയാണ്. മണിസാറിന്റെ കലാകൗമുദി ഒരു കാലഘട്ടത്തിൽ, എൻ്റെ കോളേജ് ജീവിത കാലഘട്ടത്തിലൊക്കെ തന്നെ കലാകൗമുദിയുടെ ഒരു സ്ഥിരം വായനക്കാരൻ കൂടിയായിരുന്നു ഞാൻ. മണിസാറിനെയും അതുപോലെ തന്നെ കലാകൗമുദി പ്രസിദ്ധീകരണത്തിന്റെ ആ കാലഘട്ടത്തിൽ സാമൂഹ്യ മാറ്റത്തിലുണ്ടാക്കിയിട്ടുള്ള വളരെ വലിയ പങ്ക് നമ്മളൊക്കെ തന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ചെയ്യുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ അതിന് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പറഞ്ഞപ്പോ, ഇങ്ങനൊരു വിശിഷ്ട സംഗമം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. എന്തായാലും പ്രഭാഷണം നടത്തിയ ഡോക്ടർ ചാർലി പോൾ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്നു.
വെളിച്ചത്തിന്റെ സമ്പാദം ജില്ലയിൽ കൂടുതൽ ഉള്ളതായിട്ട് എനിക്കറിയില്ല. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് മാത്രം ചെയ്യാനും പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ലോകത്ത് ഏതൊരു വ്യക്തിയും അത് എത്ര ഉന്നതനായാലും അവർ ചെയ്യുന്നത് ഈ പ്രതിഭകളാവാൻ വേണ്ടിയിട്ട് അവർ ആയിരിക്കുന്ന രംഗത്ത് അവർ കഷ്ടപ്പെട്ട് ചോരനീരാക്കി രാത്രിയും പകലും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? അംഗീകാരം കിട്ടുവാൻ വേണ്ടി മാത്രം. അംഗീകാരം ഉള്ളിടത്ത് മാത്രമേ വളർച്ച ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ 4 വർഷമായി കേരളത്തിൽ ഒരു 45,000-ൽ കൂടുതൽ കിലോമീറ്ററാണ് ഞാൻ എന്റെ വൈഫും കൂടെ യാത്ര ചെയ്തത്. ഒരു ഗുരുവായൂർ ഞാനൊരു നാടകം മുട്ടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ നാട്ടുകാർ പറഞ്ഞു അവരാരും എന്റെ നാടകം വായിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഇതൊന്നും കാരണം എന്ന് പറഞ്ഞ പോലെ എനിക്കറിയില്ല, അതുകൊണ്ടായിരിക്കില്ല ഈ അവാർഡ് കിട്ടിയത്. എന്തായാലും എന്റെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്ത നേട്ടങ്ങൾക്ക് അവാർഡാണ്. അത് ഞാൻ വളരെ വൃത്തിയായി നന്ദിയോട് പിന്നെ നമ്മുടെ മലയാളത്തിൽ പലരും പറഞ്ഞു നമ്മൾ അംഗീകരിക്കപ്പെടുക എന്നാണ് ഒരു